എന്താണ് അതുല്യ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? യോ, ഒരു സൈഡോ? ഒരു ആംഗിള് ഇരിക്കും. ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ എഴുതാൻ പറയുമ്പോൾ മാത്രമേ എഴുതാവൂ. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ? എന്താണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാട്ടെ? അതിന്റെ രണ്ട് സൈഡുകൾ ഈക്വലാണ്. ഈ വരച്ചു വെച്ചേക്കുന്ന അനുസരിച്ച് ഏതൊക്കെ രണ്ട് സൈഡ് ആയിരിക്കും നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? കൺസിഡർ ഐസോസിലസ് ട്രയാങ്കിൾ എ ബി സി. ഞാൻ പറയുന്നു എ സിയും ബി സിയും എങ്ങനെയാണ്? എ സിയും ബി സി എങ്ങനെയാണ്? എന്താ ഈശ്വരൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതേതാ വേറെ ഐ ഡി? ഹലോ, ഇപ്പൊ ജോയിൻ ചെയ്താരാ? ഹലോ സാറേ, മറ്റേ ഫോണിനകത്ത് ചാർജ് ഇല്ല, അപ്പൊ ഈ വേറെ ഫോണിനകത്തൊന്ന് കയറിയതാ. ഓക്കെ. അപ്പോ നമ്മള് ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ അനീറ്റ് എ ബി സി പരിഗണിച്ചു. അതിലെ ആരൊക്കെ ഈക്വൽ ആണ്? എ സിയും ബി സിയും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നോട്ട് അനുസരിച്ച് ബാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന്റെ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ഈക്വലായ സൈഡ് ഒരെണ്ണം എ സി. എ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ ബി. അടുത്ത ബി സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് നമുക്ക് അറിയത്തുള്ളൂ. ആരെങ്കിലും അറിയാവോ? ഇല്ല. അവിടെ ഇക്വേഷൻ നമ്പർ 1. പക്ഷെ ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 120. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏത് ആംഗിളിനെ 120 ആയിട്ട് എടുക്കാം? മുകളിലത്തെ, കാരണം അതാണ് വലിയ ആംഗിൾ. അപ്പൊ ആംഗിൾ സി നമ്മൾ എത്ര എടുക്കുന്നു? 120 ആയിട്ട് എടുക്കും. ഓക്കെ, നോക്കാം. നമ്മൾ ഇതേപോലത്തെ കണക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ ആണ്. ആംഗിൾ സി 120 ആണ്. ഇവര് മൂന്ന് പേരും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? മൂന്നൂടെ കൂട്ടിയാൽ 180 കിട്ടും. അപ്പൊ പറഞ്ഞാട്ടെ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണോ? ഇതിൽ ആരെങ്കിലും അറിയാമോ? 180. ശ്രദ്ധിക്കൊണ്ട് അറിയാൻ വേണ്ടിട്ടാ 180. ഇതിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ആരറിയാം? ആംഗിൾ സി അറിയാം. അപ്പൊ പറഞ്ഞാട്ടെ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 120. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 120 കുറച്ചാൽ 60. ഇക്വേഷൻ നമ്പർ 1 എന്തോ എഴുതി വെച്ചേക്കുന്നേ? ഈക്വൽ. ഇക്വേഷൻ നമ്പർ 2 എന്തോ എഴുതി വെച്ചേക്കുന്നേ? ബി ഈക്വൽ 60. അപ്പൊ ഫ്രം 1 and 2 which implies പറഞ്ഞാട്ടെ, ആംഗിൾ എ ഈക്വൽ ആംഗിൾ ബി ഈക്വൽ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. ശരിയാണോ നോക്കിക്കേ. ഇത് 120, ഇത് 30, 60. 120 ചേരുമ്പോ എത്ര ഡിഗ്രിയായി? 160 ഡിഗ്രിയായി. എളുപ്പമായില്ല സംഗതി? വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ബുക്ക് പേപ്പറിലോട്ട് എഴുതിയെടുക്കാം. ഐശ്വര്യക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം അനീറ്റ ഒന്ന് വായിച്ചാട്ടെ.
ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ. ഈ പടത്തിൽ ശ്രദ്ധിച്ചു നോക്കാൻ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? ഒരു ട്രയാങ്കിൾ. ഞാൻ ഈ ട്രയാങ്കിളിന് OAB എന്ന് പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? ഇത് എങ്ങനെ കിട്ടിയ ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എങ്ങനെ കിട്ടിയ ട്രയാങ്കിൾ ആണ്? ഡ്രോൺ ബൈ ജോയിനിങ് ദ സെന്റർ ഓഫ് എ സർക്കിൾ. നിങ്ങൾ നോക്കിക്കേ, ഈ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ്, ഒരു ശീർഷം എവിടെയാണ് കിടക്കുന്നത്? സർക്കിളിന്റെ സെന്ററിൽ, വൃത്തത്തിൽ ചൂണിയിൽ, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ. പിന്നെയോ ആൻഡ് 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. പിന്നുള്ള എയും ബിയും എവിടുത്തെ പോയിന്റുകളാണ്? സർക്കിളിലെ പോയിന്റുകളാണ്. എവിടുത്തെ പോയിന്റുകളാണ്? അപ്പോ സർക്കിളിന്റെ സെന്ററായ ഓയും സർക്കിളിലെ 2 പോയിന്റുകളായ എയും ബിയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് എന്ത് വരച്ചിരിക്കുന്നു? OAB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള് വരച്ചിരിക്കുന്നു. ആ ട്രയാങ്കിളിന്റെ O എന്ന് പറയുന്ന വെർട്ടെക്സിലെ ആംഗിൾ എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി. ഇനി അനീറ്റമാണ് പടത്തിന്റെ താഴെ എന്തോ ചോദ്യം? ഈ ട്രയാങ്കിളിന് ഇനി 2 ആംഗിളോടില്ലേ? അത് ഏതൊക്കെയാ? ആംഗിൾ എയും ആംഗിൾ ബിയും. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇരിക്കും. ഐശ്വര്യക്ക് ചോദ്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇനി ബോർഡിലേക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് കിടക്കുന്ന ആ ട്രയാങ്കിൾ അങ്ങോട്ട് എടുക്കുന്നു. ആരെടുക്കുന്നു? ട്രയാങ്കിൾ. കൺസിഡർ ട്രയാങ്കിൾ. പറഞ്ഞോ. AOB എന്നോ OAB എന്നോ എങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. OAB. ഞാൻ ആ ട്രയാങ്കിൾ മാത്രമായിട്ടൊന്ന് വരയ്ക്കുന്നു. ആരെ മാത്രമായിട്ട് വരയ്ക്കുന്നു? എന്തോ ട്രയാങ്കിൾ പേരെന്തോ? OAB. ഇത് എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാകണത്, നിങ്ങൾ ആ മുകളിലത്തെ പടത്തിൽ നോക്കാം. ഈ OAയും OBയും ആരാണ്? ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയണം. ആരാ? റേഡിയസ് ആണ്. ആരാണ്? അപ്പോ OAയും OBയും റേഡിയസ് ആയതുകൊണ്ട്, ആരങ്ങളായതുകൊണ്ട് അവരെങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഐഡിയ, ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വൽ ആയാൽ ഇതൊക്കെ പറഞ്ഞു പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് OAക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ OB, OAക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബിയും OBക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എയും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ അവരെത്ര നമുക്ക് ചോദ്യത്തിൽ പറയുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. ഇനി എന്തോ തൊട്ടൊന്നാട് വെച്ചാ ഈ 3 ആംഗിളൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി. പറഞ്ഞാട്ടെ. ആംഗിൾ O പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180. അറിയാവുന്ന വില കൊടുത്തേ. ആംഗിൾ O എത്ര? 60 ഡിഗ്രി പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 മൈനസ് 60. അപ്പൊ ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 മൈനസ് 60. 1. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ൽ പറയുന്നു ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ. ഇക്വേഷൻ നമ്പർ 2ൽ എന്തോ പറയുന്നത്? അവരെ 2 പേരെയും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 120 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2 വിച്ച് ഇംപ്ലൈസ് പറഞ്ഞാട്ടെ ആംഗിൾ എ ഈക്വൽ ആംഗിൾ ബി ഈക്വൽ 120 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. എത്ര ഡിഗ്രി? 60. നമ്മുടെ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും ആയില്ലേ? ഇനി ആരോടും പറയത്തില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം. എത്ര ഡിഗ്രിയാ? അപ്പൊ ഇതെന്ത് ട്രയാങ്കിളാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ബുക്കിലേക്ക് എഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഇവിടെ തൊട്ടാണ് ആൻസറിന് വേണ്ടി എഴുതുന്നത്. ഈ പടം വരച്ചായിരുന്നു. ഈ പടത്തിൽ പേര് കൊടുക്കണം. ദെൻ ഇവിടം തൊട്ട് താഴോട്ടാണ് ആൻസർ എഴുതേണ്ടത്.
ഐശ്വര്യക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. വർക്ക് ബുക്കിൽ എഴുതുമ്പോ ആദ്യം ക്വസ്റ്റ്യനിലെ പേരില്ലാത്ത ഫിഗർ വരയ്ക്കണം, എന്നിട്ട് ആൻസറിലെ പേരുള്ള ഫിഗർ ദെൻ താഴോട്ട് മൊത്തം. ഇവിടെ മുതലാണ് വർക്ക് ബുക്കിൽ ആൻസർ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അനാമിക എഴുന്നേറ്റ് ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. The picture shows drawn by joining 3 points on a circle. നോക്ക, ഈ പടത്തിൽ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ത്രികോണം കാണാൻ പറ്റുന്നുണ്ട്. അത് ആരെയൊക്കെ യോജിപ്പിച്ചപ്പോ കിട്ടിയതാ? സർക്കിളിലെ 3 പോയിന്റുകളായ എ ബി സി ഇവരെ 3 പേരെ യോജിപ്പിച്ചപ്പോഴാണ് നമുക്ക് എന്ത് ട്രയാങ്കിൾ കിട്ടിയത്? എന്ത് ട്രയാങ്കിൾ കിട്ടിയത്? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടിയത്. എന്ത് ട്രയാങ്കിൾ കിട്ടിയത്? എ ബി. ബാക്കി വായിച്ചാട്ടെ. ഇനി ബോർഡിൽ നോക്കാം. ഇതിലെ എ എന്ന് പറയുന്ന പോയിന്റിനെയും ബി എന്ന് പറയുന്ന പോയിന്റിനെയും സർക്കിളിന്റെ സെന്ററിലോട്ട് യോജിപ്പിച്ചു, വൃത്തത്തിന്റെ കേന്ദ്രത്തിലോട്ട് യോജിപ്പിച്ചു. അപ്പൊ അവിടെ എത്ര ഡിഗ്രി ഉള്ള ആംഗിൾ ഉണ്ടായി? അവിടെ എത്ര ഡിഗ്രി ഉള്ള ആംഗിൾ ഉണ്ടായി? 110. ഇനി എയും സിയെയും സർക്കിളിന്റെ സെന്ററിലോട്ട് യോജിപ്പിച്ചപ്പോൾ അവിടെ എത്ര ഡിഗ്രി ഉള്ള ആംഗിൾ ഉണ്ടായി? 112. 120 ഡിഗ്രി ഉള്ള ആംഗിൾ ഉണ്ടായി. 120 ഡിഗ്രി ഉള്ള ആംഗിൾ ഉണ്ടായി. ഇനി എന്താണ് ചോദ്യം? അപ്പുറത്ത് കിടപ്പുണ്ട് ചോദ്യം, വായിച്ചാട്ടെ. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ അറ്റ് ദ സെന്റർ. ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന വേണ്ടി 3ാമത്തെ ആംഗിൾ കണ്ടോ? ഇത് എത്ര ആണെന്നാണ് ചോദ്യം. 3ാമത്തെ ആംഗിൾ എത്ര ആണെന്നാണ് ഇരിക്കും. എന്തോ എന്തായിരുന്നേ? അല്ല, അത് വായിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ ഈ 3ാമത്തെ ആംഗിൾ എത്ര ആണെന്നാണ് ചോദ്യം. ഈ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഐഡിയ നിങ്ങളുടെ കൈവശമുണ്ടോ? കൂട്ടണം. എന്നിട്ട് 180 കുറയ്ക്കുന്ന എപ്പോഴെന്നറിയാമോ? ട്രയാങ്കിളിന്റെ വെർട്ടീസസ് വരുമ്പോഴാണ്, ത്രികോണത്തിന്റെ വെർട്ടീസസ് വരുമ്പോഴാണ് അറിയാവുന്ന 2 പേരെയും കൂടെ കൂട്ടി 180 നോക്കുന്നത്. ഇത് ട്രയാങ്കിളിന്റെ വെർട്ടീസസ് അല്ല, ത്രികോണത്തിന്റെ ശീർഷത്തിലല്ല കിടക്കുന്നത്, സർക്കിളിന്റെ സെന്ററില. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ഈ O എന്ന് പറയുന്നൊരു പോയിന്റ് ആണല്ലോ, അതിന് ചുറ്റുമുള്ള എല്ലാ ആംഗിളൂടെ കൂട്ടുമ്പോ 360 ഡിഗ്രി കിട്ടണം. എത്ര കിട്ടണം? മറക്കരുത്, ഒരു സർക്കിള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിക്കോട്ടെ, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര ഡിഗ്രി കിട്ടണം? 360. ഈ ആംഗിളിന്റെ പേര് പറഞ്ഞു, അങ്ങനെ പറയരുത്. ആംഗിൾ O എന്ന്. O എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റുമായിട്ട് 3 ആംഗിൾ ഉണ്ട്. അപ്പൊ അതിന് ആംഗിൾ O എന്ന് പറയുമോ നമ്മള്? ഇല്ല. ഈ ആംഗിളിന്റെ പേര് പറ. ആംഗിൾ BOC. അപ്പൊ ആംഗിൾ BOC എങ്ങനെ കണ്ടുപിടിക്കും? 360 ഡിഗ്രി മൈനസ് 110 പ്ലസ് 120. അപ്പൊ 360 മൈനസ് 110 120 കൂട്ടിയാൽ 230 ആണോ? 360 നിന്ന് 230 കുറച്ചാൽ 0, 3, 1. എത്ര ഡിഗ്രി? അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന 3ാമത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 130. ആദ്യത്തൊന്നും പിടികിട്ടിയില്ലല്ലോ. പിടികിട്ടി? എഴുതിയാട്ടെ. ഐശ്വര്യക്ക് ആദ്യത്തെ പാർട്ട് മനസ്സിലായോ? വെച്ചേ ആ പടത്തിൽ പേരെ കൊടുക്കണം. നിങ്ങൾ വരച്ച പടത്തിൽ പേരൊന്നും ഇല്ലട്ടോ. പേരൊക്കെ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിട്ട് വേണം ഇത് എഴുതാനായിട്ട്. ബോർഡിലേക്ക് നോക്കാം. പുസ്തകത്തിലെ പടത്തിനകത്ത് അവർ ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഗ്രീൻ കളർ, പച്ച കളർ ഉപയോഗിച്ച് വരച്ചേക്കുന്നത്. നോക്കിക്കേ, പച്ച കളർ വെച്ചാണ് വരച്ചേക്കുന്നത്. ആണോ ഐശ്വര്യ? പച്ച കളറിലാണ് വരച്ചേക്കുന്നത്.
ആണ് സാർ. ആ അപ്പോ ഈ ട്രയാങ്കിളിന്റെ ആ വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ വലിയ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഹലോ, വലിയ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾസ്. അതായത് ആംഗിൾ എ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ആംഗിൾ ബി എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ആംഗിൾ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 10ാം ക്ലാസ്സിലായിരുന്നെങ്കിൽ 3 സ്റ്റെപ്പിൽ ഉത്തരം കിട്ടും. രണ്ട് ഇവിടെ 120 വരുമ്പോ ഇവിടെ 60 വരും, ഇവിടെ 110 വരുമ്പോ ഇവിടെ 55 വരും, ഇവിടെ 130 വരുമ്പോ ഇവിടെ 65 വരും. 10ാം ക്ലാസ്സിൽ 3 സ്റ്റെപ്പിൽ ഉത്തരം എഴുതാം. പക്ഷെ ആ മെത്തേഡ് ആർക്ക് പറ്റത്തില്ല? നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് വിശദീകരിച്ച് എഴുതണം. ഇരിക്കും വേണ്ടേ? ആ വലിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 ചെറിയ ട്രയാങ്കിളുകൾ ചേരുന്നതാണ്. ശരിയോ തെറ്റോ? ശരി. ഒന്നുകൂടെ, എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ മറ്റ് 3 ചെറിയ ട്രയാങ്കിളുകൾ ഈ ഓയിൽ കൂട്ടിമുട്ടിയപ്പോ ഉണ്ടായതല്ലേ. ഞാൻ അത്തരത്തിൽ ഒരു ട്രയാങ്കിൾ പരിഗണിക്കുന്നു. കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി. എന്ത് ട്രയാങ്കിളാണ്? എന്ത് ട്രയാങ്കിളാണ്? എ ഒ സി. എന്ത് ട്രയാങ്കിളാണ്? ശ്രദ്ധിച്ചിരിക്കണേ. ഇതല്ലേ എ ഒ സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ? ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ പറയാം? ഓയിൽ എത്ര ഡിഗ്രി ഉണ്ട്? 120. ഓയിൽ എത്ര ഉണ്ട്? 120. ഇനി നേരത്തെ പഠിച്ച ചില കാര്യങ്ങൾ, ഈ പടത്തിൽ നോക്കുന്നത് അവിടെ നോക്കിയ ചില കാര്യങ്ങൾ പറയാം. ശരി, മുമ്പേ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒ എയും ഒ സിയും എങ്ങനാണ്? ഈക്വല. ആര് പറഞ്ഞു ഒ എയും ഒ സിയും ഈക്വൽ ആണ്? അന്നേരം ആര് പറഞ്ഞു? ഒ എയും ഒ സിയും എന്തുകൊണ്ട് ഈക്വലാന്ന് മൂലത്തെ പടച്ചു നോക്കിയാൽ പെട്ടെന്ന് പറയാം. റേഡിയസുകളാ. അവർ രണ്ടുപേരും ആരാണ്? റേഡിയസുകൾ. അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു റേഡിയായി. എഴുതി വെക്കുന്നു. ഇനി ഈ പാഠത്തിൽ പഠിച്ച ഐഡിയ, ഐസോസിലസ് ട്രയാങ്കിൾ ഐഡിയ പറഞ്ഞാട്ടെ. 2 സൈഡുകൾ ഈക്വൽ ആയാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ പറഞ്ഞാട്ടെ, ഒ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആംഗിൾ സി, ഒ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എ. ഇവരെത്ര എന്നൊന്നും അറിയാം? ഇല്ല. പക്ഷെ അവരെത്ര കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. ഇക്വേഷൻ നമ്പർ 1. പറഞ്ഞോ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ സി ഈക്വൽ 180 ഡിഗ്രി. ഇതിലാരെ നമുക്ക് അറിയാവുന്നേ? ആംഗിളോ. പറഞ്ഞാട്ടെ, ആംഗിൾ എ പ്ലസ് 120 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ 180 മൈനസ് 120. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ 60 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ ആണോ? അപ്പോ ഇവിടെ പറയുന്നു സി എയും ഈക്വൽ ആണ്. അതുകൊണ്ട് അവിടെ പറയുന്നു അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന്? 60. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? ഫ്രം 1 and 2 which implies angle A equal angle C equal 60 degree divided by 2 equal. ഞാൻ യഥാർത്ഥ ഒരു കാര്യം പറയട്ടെ. യഥാർത്ഥത്തിൽ ആംഗിൾ എയും ആംഗിൾ സിയും അല്ല, നമ്മൾ നൈസായിട്ട് പറ്റിച്ച് വെച്ചേക്കോ. കാരണം ആംഗിൾ എ എന്ന് പറയുന്ന ഇത് മൊത്തവും ആംഗിൾ സി എന്ന് പറയുന്ന ഇത് മൊത്തമാണ്. അത്ര നമ്മുടെ അതിനകത്തിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മള് ആ ട്രയാങ്കിൾ ഒന്നുകൂടെ എടുത്തു വെച്ച് വരച്ചിട്ട് ഈ കിട്ടിയ ആംഗിളൊക്കെ അതിലോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു. ഒ എ സി ഇതെത്ര ഉണ്ട്? 120. അപ്പൊ ഇതെത്ര വരും? 30. ഇതെത്ര വരും? 30. ഇപ്പൊ കാര്യം ഇവിടെ കിട്ടിയോ? എഴുതിയാട്ടെ. ഐശ്വര്യക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. രണ്ടാമത്തെ എഴുതുമ്പോൾ തന്നെ ഇവിടെ തൊട്ട് കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി തൊട്ട് എഴുതിയാൽ.
ഐശ്വര്യത്തിൽ എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു സാർ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വിശദീകരിച്ച് സ്റ്റെപ്പൊക്കെ എഴുതി എഴുതി ബാക്കിയുള്ള ആളുകളെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഇനിയും അടുത്തൊരു ട്രയാങ്കിളിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ നമ്മള് AOC അടുത്തൊരു ട്രയാങ്കിളിന്റെ പേര് പറഞ്ഞു AO. അപ്പൊ നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ AOB. എഴുതണ്ട. കൺസിഡർ ട്രയാങ്കിൾ AOB. ബോർഡിലേക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ ആരെ എഴുതുന്നു, അല്ലെങ്കിൽ ആരെ വരയ്ക്കുന്നു? AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കുന്നു. ആരെ വരയ്ക്കുന്നു? ബോർഡിലേക്ക് നോക്കിയിരിക്കണം. AOB. പറഞ്ഞാട്ടെ. ഓയിൽ എത്ര ഡിഗ്രി? 110 ഡിഗ്രി ആണോ? ഇനി പറഞ്ഞാട്ടെ സ്റ്റെപ്പ്. OA ഈക്വൽ OB. കാരണം റേഡിയേ. അങ്ങനാണെങ്കിൽ ബാക്കി പോരട്ടെ. വിച്ച് ഇംപ്ലൈസ് OAയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? OAക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇതാണ് OA. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ BM. OBയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള് പക്ഷെ അവരിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. ഞാൻ ഇതിനെ 3 എന്ന് വിളിക്കുന്നു. എന്താ കാര്യം? ഓൾറെഡി ഒന്നിനെ നമ്മൾ ഇതേ കണക്കിൽ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഐഡിയ പറഞ്ഞാട്ടെ. ആംഗിൾ A പ്ലസ് ആംഗിൾ O പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 180 ഡിഗ്രി ആണോ? അപ്പോ ആംഗിൾ A പ്ലസ് ആംഗിൾ O എത്ര? 110 ഡിഗ്രി പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 എത്ര ഡിഗ്രി? അപ്പൊ ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 110 കുറച്ചാൽ 70 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 3 എന്തോ പറയുന്നത്? ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ ആണ്. ഇക്വേഷൻ നമ്പർ 4 എന്തോ പറയുന്നത്? അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 70 ഡിഗ്രി. അങ്ങനെ നമ്മൾ എന്തോ പറയും? വിച്ച് ഇംപ്ലൈസ് ആംഗിൾ എ ഈക്വൽ ആംഗിൾ ബി ഈക്വൽ 70 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഈക്വൽ എത്ര ഡിഗ്രി? 35 ഡിഗ്രി. പക്ഷെ ഈ ആംഗിൾ എ ആംഗിൾ ബി എന്നൊക്കെ വിളിക്കുന്നത് തെറ്റല്ലേ? കാരണം അത് മൊത്തത്തിൽ എടുത്തിട്ടില്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആ ട്രയാങ്കിൾ മാത്രമായിട്ടൊന്ന് വരയ്ക്കുന്നു അല്ലേ? ആണോ? ഇതിന്റെ പേര് A O B. ഓയിൽ എത്രയായിരുന്നു? 110. ഇവിടെ ഇപ്പൊ രണ്ടിടത്തും എത്ര വെച്ചുണ്ട്? 35 പഠിയിട്ട് ഞങ്ങൾ എഴുതിയാട്ടെ. ഐശ്വര്യക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ നമ്മള് മൂന്നാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എന്താണ് മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ പേര്? ട്രയാങ്കിൾ പേരില്ലയോ? മൂന്നാമത്തെ ട്രയാങ്കിൾ പേരില്ലയോ? കൺസിഡർ ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ. ഇപ്പൊ ഒന്നും എഴുതരുത്, എല്ലാവരോടും നോക്കിയിരിക്കണം. BOC. കൺസിഡർ ചെയ്താൽ അടുത്ത പരിപാടി അത് അങ്ങോട്ട് വരയ്ക്കണം. നമ്മൾ വരയ്ക്കണ്ടേ? ആ ട്രയാങ്കിൾ നമ്മൾ അങ്ങോട്ട് വരയ്ക്കണം. എന്താ ട്രയാങ്കിളിന്റെ പേര്? OBC. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാട്ടെ. അറിയാവുന്ന കാര്യം. ഓയിൽ എത്ര ഡിഗ്രി ഉണ്ട്? 130 ഡിഗ്രി. ഇനി പറഞ്ഞാട്ടെ. OB ഈക്വൽ OC. കാരണം റേഡിയൈ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എങ്ങനെ വരണം? ഈക്വൽ വരണം. അപ്പൊ OBയും OCയുമാണ് ഈക്വൽ. അപ്പൊ OBക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള്
ആംഗിൾ സി. അപ്പൊ ആംഗിൾ സിയും ഓസിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബിയും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 5. ഇനി അടുത്തത്, ഈ 3 ആംഗിളൂടെ നമ്മൾ കൂട്ടുന്നു. ഈ 3 ആംഗിളൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. പറഞ്ഞാട്ടെ. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ സി ഈക്വൽ 180 ഡിഗ്രി ആണോ? അറിയാവുന്നവർക്ക് കൊടുത്താട്ടെ. ആംഗിൾ ബി പ്ലസ് 130 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ 180. അപ്പോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 130. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180ൽ നിന്ന് 130 കുറച്ചാൽ 50 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 6. ഫ്രം 5 and 6 5 and 6 angle B is equal to angle C is equal to 50 degree divided by 2 is equal to 25 degree. പക്ഷേ ആംഗിൾ ബി എന്നോ ആംഗിൾ സി എന്നോ ഒക്കെ പറഞ്ഞ തെറ്റല്ലേ? അപ്പൊ നമ്മൾ അതൊന്ന് മാത്രം വരയ്ക്കുന്നു. ഒ ബി സി ഇത് എത്ര ഉണ്ട്? 130. ഇത് എത്ര ഉണ്ട്? 25. ഇത് എത്ര ഉണ്ട്? 25 ഡിഗ്രി. ഞാനൊന്ന് എഴുതി വെച്ചേക്കുന്നേ ആണോ? എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ? ഇല്ല. ഐശ്വര്യ ഇത്രയും കറക്റ്റ് ആണോ? ഇനി ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഫിഗർ ഒന്നുകൂടി വരയ്ക്കാം. ഈ വരച്ചേക്കുന്ന ഫിഗർ കണ്ടോ? ഇതൊന്നുകൂടി വരയ്ക്കാം. പേന കൊണ്ട് റഫായിട്ട് വരച്ചാൽ മതി. ഇപ്പോൾ വരച്ചിരിക്കുന്ന ആ ഫിഗർ പേന കൊണ്ട് റഫായി വരയ്ക്കാം. വരച്ചോ? ആ പടത്തിനകത്ത് കാണുന്ന അത്രേ സാധനം. വരച്ചോ? വരച്ചോ? നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ആൻസർ പൂർത്തീകരിക്കാൻ പറ്റൂ. വരച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കണം. വേണ്ട. ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടോ? ഒ ബി സി അതല്ലേ നമ്മൾ ഈ വരച്ച് വെച്ചേക്കണം. സെന്ററിൽ 130 ഉണ്ട്. വേണ്ട. ഇത് എത്ര ഉണ്ട്? 25 ഉണ്ട്. ഇത് 25 ഉണ്ട്. ഇതിൽ അഭിപ്രായമൊന്നും ഇല്ലല്ലോ? ഇല്ല. മാർക്ക് ചെയ്താട്ടെ. നിങ്ങൾ ഇപ്പൊ വരച്ച പടത്തിൽ, അടുത്ത പടത്തിലല്ല, ഇപ്പൊ വരച്ച പടത്തിനകത്തിൽ അവരെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ വരച്ച പടത്തിൽ അവരെ മാർക്ക് ചെയ്യുക. അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നോ? അപ്പൊ ഇത് 110. ബാക്കി എത്രയൊക്കെ ഉണ്ടായിരുന്നു? രണ്ട് മാർക്ക് ചെയ്തേ. 35 35 35 35. ഓക്കെ. അതിനു മുമ്പ് നിങ്ങൾ എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൊണ്ട് കാര്യം ചെയ്തില്ലായിരുന്നോ? അടുത്ത എന്ന് പറഞ്ഞു. 120 30 30. ശരിയാണോ? ശരിയാണോ? ഓക്കെ. ഇനി നമ്മുടെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചേ. ഈ പടത്തിൽ കാണുന്ന വലിയ ട്രയാങ്കിൾ, അതിന്റെ പേരെന്തോ? എ ബി സി. എന്തിന്റെ പേര്? ആ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുകളും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഇനി ഒന്നും എഴുതരുത്. ഈ ആംഗിൾ എ എങ്ങനെ കണ്ടുപിടിക്കും? പുറത്ത് നോക്കിയാൽ മാത്രം മതി. വേണ്ട. ഈ 35ഉം ഈ 30 ആഡ് ചെയ്താൽ പോരെ? 35 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈക്വൽ 65 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി എങ്ങനെ കണ്ടുപിടിക്കും? 35 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി. 5 5 10 0 ശിഷ്ട 1 3 2 5 1 6. എത്ര ഡിഗ്രി? 16. അടുത്തത് ആംഗിൾ സി എങ്ങനെ കണ്ടുപിടിക്കും? 25 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. 30ഉം 25ഉം 55 ഡിഗ്രി. എല്ലാ ആംഗിളും ആയില്ലേ?
ഇനി ഇത് ശരിയാണോ എന്ന് എങ്ങനെ അറിയും? ഇത് മൂന്നൂടെ കൂട്ടി നോക്കണം. 5ഉം 0ഉം 5ഉം 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 10, ശിഷ്ട 1. 6ഉം 6ഉം 12, 12ഉം 5ഉം 17, 17ഉം 1ഉം 18. കൂട്ടുമ്പോ എത്ര ഡിഗ്രി കിട്ടുന്നുണ്ട്? 180 ഡിഗ്രി കിട്ടുന്നില്ലേ? ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. എഴുതിയാട്ടെ. ഐശ്വര്യ മനസ്സിലായോ ചേ? മനസ്സിലായി സാർ. ആ, എന്തോ അനീത 4ാം ചോദ്യത്തിന് അർത്ഥം? അതുകൊണ്ട് അവിടെ 2 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആ 2 ട്രയാങ്കിളുകളുടെയും 2 ത്രികോണങ്ങളുടെയും എന്ത് കണ്ടുപിടിക്കണം? ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. ചോദ്യം മനസ്സിലായല്ലോ? അതിലെ ഒന്നാമത്തെ ഫിഗർ ഒന്ന് റഫായിട്ട് വരച്ചേ. അനീറ്റിരിക്കെ. അതിലെ ഒന്നാമത്തെ ഫിഗർ റഫായിട്ട് വരയ്ക്കാം. അപ്പോ അവര് തന്നിരിക്കുന്ന ഫിഗർ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്തുവാ? ഇതെന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിളാ. ആര് പറഞ്ഞു? 2 സൈഡ് ഈക്വലാണ്. അപ്പോ ഐസോസിലസ് ട്രയാങ്കിൾ നോക്കാം. ഞാൻ അതിന് മുമ്പ് ഇതിന് ABC എന്ന് പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? കൺസിഡർ കൺസിഡർ ഐസോസിലസ്, ISOSCLES, ഐസോസിലസ് ട്രയാങ്കിൾ ABC. എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അതിനെ കുറിച്ച്? എഴുതുന്നുണ്ട്. AC 5ആണ്. അത് തന്നെയാണ് ആരുടെയും നീളം? BCയുടെ നീളം. പിന്നെ വേറെ AB എത്ര സെന്റിമീറ്റർ? 8 സെന്റിമീറ്റർ. ഇത്രയും കാര്യം നമുക്ക് അറിയത്തുള്ളൂ. ഈ ട്രയാങ്കിളിന്റെ, ഈ ത്രികോണത്തിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാൻ. ട്രയാങ്കിളിന്റെ ഏരിയ, ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 7ാം ക്ലാസ് പഠിച്ചതാണ്. ഹാഫ് BH. പഠിച്ചിട്ടില്ല? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമ്മുടെ പടത്തിനകത്തിൽ ബേസ് ഉണ്ടോ? 8 സെന്റിമീറ്റർ. പക്ഷെ എന്തില്ല? ഹൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സിയിൽ നിന്ന് ABയിലോട്ട് എന്ത് വരയ്ക്കും? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. എന്ത് വരയ്ക്കും? അതിന് നമ്മൾ D എന്ന് പേര് കൊടുക്കും. എന്ത് പേര് കൊടുക്കുന്നു? ഡ്രോ എ പെർപെൻഡിക്കുലർ. ഇതറിയാലോ സാധനം എന്തോന്നു? പെർപെൻഡിക്കുലർ. എവിടെ നിന്ന്? ഫ്രം C ടു എങ്ങോട്ട്? ABയിലോട്ട്. എന്തോ അതിന്റെ പേര്? ദാറ്റ് ഈസ് CD. ഈ CD യെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം 2 കാര്യങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പഠിച്ചേച്ചു പോയതാ. ഇന്നത്തെ ക്ലാസ് പഠിച്ചേച്ചു പോയതാ. 2 കാര്യം പഠിച്ചേച്ചു പോയതാ. ഈ CD എവിടെ നിന്നാണോ വരച്ചു തുടങ്ങിയിരിക്കുന്നത് അവിടുത്തെ ആംഗിളിനെ 2 പാർട്ടാക്കും. അപ്പോൾ ആംഗിൾ അറിയാത്ത നമ്മൾ അതിനെക്കുറിച്ച് ബോധേടാകേണ്ട കാര്യമില്ല. പിന്നെയോ എവിടേക്കാണോ ചെന്ന് കയറുന്നത് ആ സൈഡിനെ 2 ഈക്വൽ പാർട്ടാക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? CD ബൈസെക്സ് ആരെ? AB എന്ന് പറഞ്ഞാൽ AD ഈക്വൽ DB ഈക്വൽ 8/2 ഈക്വൽ 4 സെന്റിമീറ്റർ. അയോ ഇനി നമ്മുടെ ചെറിയ സർജറി നടത്തുക. ഈ CD-യിലൂടെ ഇതിനെ ഒന്ന് മുറിക്കുന്നു. CD-യിലൂടെ ഒന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ചെറിയ ട്രയാങ്കിൾ കിട്ടും. അതിൽ ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞു ADC. ആരാണ്? കൺസിഡർ. അത് വെറും ട്രയാങ്കിൾ അല്ല, റൈറ്റ് ട്രയാങ്കിൾ ADC. ആര് പറഞ്ഞു റൈറ്റ് ട്രയാങ്കിൾ ആണ്? 2 ഇവിടെ 90 ഡിഗ്രിയാ. പെർപെൻഡിക്കുലർ വരച്ചു വെച്ചേക്കും. നമ്മൾ ആ ADC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചു. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ആരെ വരച്ചു? ADC. അറിയാവുന്ന കാര്യം പറഞ്ഞേ. AD 4 സെന്റിമീറ്റർ. പിന്നെ AC 5 സെന്റിമീറ്റർ. ആരെ അറിയത്തില്ല? CD.
ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇല്ല, പൈതഗോറസ് തിയറം. അങ്ങനൊരു സാധനം കേട്ടിട്ടില്ലേ? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പഠിച്ചിട്ടില്ലേ? അപ്പൊ നോക്കാം. യൂസിങ് പൈതഗോറസ് തിയറം, യൂസിങ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആരാണ് നമ്മുടെ പടത്തിലെ ഹൈപ്പോട്ടിന്യൂസ്? പേര് പറഞ്ഞാട്ടെ. എ സി. അപ്പൊ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ആരാണ് ബേസ്? എ ഡി സ്ക്വയർ പ്ലസ് ആരാണ് ഓൾട്ടിറ്റ്യൂഡ്? സി ഡി. അപ്പൊ സി ഡി സ്ക്വയർ. അറിയാവുന്നവരുടെ വില കൊടുക്കൂ. എ സി എത്ര? 5. അപ്പൊ 5ന്റെ സ്ക്വയർ ഈക്വൽ എ ഡി 4. 4ന്റെ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25, 4ന്റെ സ്ക്വയർ 16 പ്ലസ് സി ഡി സ്ക്വയർ. അപ്പൊ സി ഡി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 25ൽ നിന്ന് 16 കുറച്ച്. അപ്പൊ സി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25ന് 16 കുറച്ചാൽ 9. എത്ര? 9. 16 9 അല്ലേ 25. സി ഡി സ്ക്വയറിന്റെ വില 9 ആണെങ്കിൽ സി ഡി എത്ര വരും? സി ഡി റൂട്ട് 9. 9ന്റെ റൂട്ട് 3. അതിന്റെ ചെറിയ സംശയം, ഇതെന്തിനീ സി ഡി കണ്ടുപിടിച്ചു? ആർക്കറിയാം? എടാ, ഈ സി ഡി അല്ലേ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ക്വസ്റ്റ്യനകത്തിൽ ഉണ്ടായിരുന്നോ? ഇപ്പൊ എന്ത് കിട്ടി? ഹൈറ്റ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ഹാഫ് ബി എച്ച് ആണോ? ഈക്വൽ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഈക്വൽ ഹാഫ് ഇൻറ്റു എ ബി എത്ര ആയിരുന്നു? 8 ഇൻറ്റു സി ഡി എത്ര? സി ഡി ഇപ്പൊ കിട്ടി 3. ഈ 8ഉം ഈ 2 കൂടെ വെട്ടിയ 4 കിട്ടത്തില്ലേ? 4 ഗുണം 3 12 സെന്റിമീറ്റർ സ്ക്വയർ. 12 സെന്റിമീറ്റർ സ്ക്വയർ. കാര്യംപടി കിട്ടിയോ? വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ബുക്കിലേക്ക് എഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐശ്വര്യ ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ.